ജനാധിപത്യത്തെ നല്ലതുപോലെ നല്ല ജാഗ്രതയോടെ കാത്തു സംരക്ഷിച്ചിരുന്നു. എല്ലാം പോയി. ദുരിതം ഇന്ന് ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്കാകെ വന്ന് ഭവിച്ചു. 2 കയർ തൊഴിലാളികൾ ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. തൊഴിലില്ല. എങ്ങനെ ജീവിക്കും? തൊഴിലെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിക്കാനാവുന്നില്ല. ജീവിതം മുട്ടിപ്പോകുന്നു. കടുത്ത നിരാശ. ആ നിരാശയുടെ ഭാഗമായി ചിലർ ജീവിതം അവസാനിപ്പിക്കുന്നു. 2 കയർ തൊഴിലാളികൾ അങ്ങനെയാണ് ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തത്. കയർ തൊഴിലാളികൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോകുന്നു. കശുവണ്ടി രംഗത്ത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നു. വിവിധ മേഖലയിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നുവരികയാണ്. നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലായതായിരുന്നല്ലോ. 1.5 വർഷം മുമ്പുള്ള LDF ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോഴുള്ള അവസ്ഥ അതായിരുന്നല്ലോ. ഇപ്പോ സർവം നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? തൊഴിലാളിയോട് പ്രതിബദ്ധത വേണം. പൊതുമേഖല നമ്മുടെ നാടിന് ആവശ്യമാണെന്ന ബോധം വേണം. അത്തരമൊരു നയം ഗവൺമെന്റിന് വേണം. അതില്ലാത്ത ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഭാഗം അടിച്ചു മാറ്റാം, അതിന് തക്കം ഓർക്കുന്നവർ ഭരണത്തിലെത്തിയാൽ ഇപ്പോൾ സംഭവിക്കുന്നതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലാഭകരമായ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാക്കുന്നു, പിന്നെ കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നാടിന്റെ വ്യവസായ പുരോഗതി എന്തായി? ഇവിടെ വലിയ തോതിൽ കൊട്ടിഘോഷിച്ചിരുന്നല്ലോ. ഞങ്ങൾ നാടിനെ അങ്ങ് വൻതോതിൽ മാറ്റാൻ പോവുകയാണ്. ചില നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകാത്ത ചില പേരുമൊക്കെ ഇട്ടിട്ട് എമർജിംഗ് കേരള, എന്തോ കേരളമാകെ വല്ലാതെ ഉയരാൻ പോകുന്നു. എന്തായി? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായം എന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റ് കീഴിൽ ആരെങ്കിലും വരുന്നു? ആരും വരില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനല്ലാതെ പറഞ്ഞത്, ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനല്ലാതെ പറഞ്ഞത്. പ്രതിപക്ഷത്തിൽ നിന്ന് ഗവൺമെന്റ് എതിർക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആരും പറഞ്ഞതല്ലാലോ. കേരളത്തിലെ UDF ഗവൺമെന്റിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി നല്ലതുപോലെ ശ്രമിച്ചയാൾക്ക് മറ്റുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിലും, ഉദ്ദേശം വേറെയാണ് കേട്ടോ, ഇവരെ ഏതെങ്കിലും തരത്തിൽ പ്രസരിപ്പിച്ചു വരികയാണെന്നുള്ള ഉദ്ദേശത്തോടെയല്ല. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചില സത്യങ്ങൾ കൂടി അതിന്റെ കൂടെ ഒന്ന് പുറത്തു വരും. അതാണ് സംഭവിച്ചുപോയത്. അതിന്റെ ഭാഗമായി ആന്റണി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ 1.5 വർഷമായിട്ട് യാതൊന്നും നടക്കുന്നില്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നോക്കിയ കാര്യങ്ങൾക്ക് യാതൊരു സഹകരണവുമില്ല, ഒരു പിന്തുണയുമില്ല. ഇവിടെ ഞാൻ ഭയത്തോടെ നിൽക്കുകയാണ് സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ 1.5 വർഷമായിട്ടൊന്നും ഒരു കാര്യവും ഞാൻ ആലോചിച്ചിട്ടില്ല. ആന്റണിക്ക് പ്രത്യേക ലാക്കതിലുണ്ടായിരുന്നു. ഈ പറയുന്നതിലല്ല, മറ്റു ചില കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ആന്റണി സത്യം പറയേണ്ടതായിരുന്നു. ആ സത്യം എന്തുകൊണ്ട് പറഞ്ഞു? ഇതാണ് കേരളത്തിന്റെ അവസ്ഥ, ആരും അംഗീകരിക്കുന്ന അവസ്ഥ. ഒരു വ്യവസായിയും അത് പരസ്യമായി പറയില്ലായിരിക്കും. പക്ഷേ വ്യവസായം നടത്തുന്ന, വ്യവസായത്തിന്റെ കൂടി നേതൃത്വമുള്ള തന്റെ വകുപ്പിന്റെ ഭാഗമായി വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു UDF നേതാവിന്, രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഈ സംസ്ഥാനത്തെ നോക്കി പറയേണ്ടി വന്ന കാര്യമാണത്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ നില. തകരാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനിയും ഇവിടെ സഖാക്കൾ സംസാരിക്കാനുണ്ട്.
അവര് ആ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതായിരിക്കും നന്നാകുക എന്നാണ് തോന്നുന്നത്. നമ്മുടെ നാടിനെ ആകെ തകർക്കുക. ഇപ്പോ 64 പേര്, 60-ൽ പരം പേര് നമ്മുടെ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു. കർഷകരംഗത്ത് 34 പേര് വയനാട്ടിലാണ്. എന്തെങ്കിലും നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി? ഏതെങ്കിലും രംഗത്ത് നടപടികളുണ്ടോ? എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നു? ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾക്ക് മാത്രമേ ഗവൺമെന്റ് താല്പര്യമുള്ളൂ. ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ഒരു നടപടിയുമില്ല. ജനങ്ങൾക്ക് ആശ്വാസം നൽകാത്ത നടപടികൾക്കെതിരെ, ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നു. ആ പ്രക്ഷോഭങ്ങളോട് സ്വീകരിക്കുന്ന രീതി എന്താണ്? ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാര് പ്രക്ഷോഭം നടത്തി, ഗവൺമെന്റിന് പൊറുതിമുട്ടി. കാരണം നാടാകെ ആ പ്രക്ഷോഭത്തോടൊപ്പം. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നു. ഒത്തുതീർപ്പ് സംഭാഷണത്തിന് മന്ത്രിമാരെ നിയോഗിക്കുന്നു. മുനീർ സംഭാഷണത്തിന് ചെല്ലുന്നു. സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യത്തിലും വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യക്തത വരുത്തിയതിനു ശേഷം മുഖ്യമന്ത്രി അനുവാദത്തോടെ ഓരോ കാര്യത്തിലും തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്തായി ഇപ്പോ? ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായോ? ആ തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു സംഘടന ജനശ്രീ, തീർത്തും സ്വകാര്യമായൊരു സംഘടന. ആ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നു. കുടുംബശ്രീയെ തകർക്കുന്നതിന്റെ ഭാഗം, കുടുംബശ്രീയെ തകർക്കാനുള്ള നീക്കം. ഇനി കുടുംബശ്രീക്കെതിരായി യാതൊരു നടപടിയും സ്വീകരിക്കില്ല എന്ന കരാറായി. ജനശ്രീക്ക് നേരത്തെ കൊടുക്കാൻ പറഞ്ഞ പണം കേന്ദ്ര ഗവൺമെന്റ് അതുമായി നടത്തുന്ന അന്വേഷണവും അവസാന തീരുമാനമായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കൂ എന്ന് വ്യവസ്ഥയുണ്ട്. പക്ഷേ പിടി 8 കോടി എന്ന് തീരുമാനിക്കുകയാണ്. എം അസരെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടനയ്ക്ക് 8 കോടി രൂപയും കൊടുക്കുകയാണ്. ഇതാണ് ഗവൺമെന്റ് മനോഭാവം. രാഷ്ട്രീയ അഴിമതി നടത്തുകയാണ്. അഴിമതി പറയുമ്പോൾ ഇതെല്ലാം ചെറിയ കാര്യമല്ലേ എന്നാണ് സാധാരണ ആലോചിക്കുക. നമ്മുടെ സംസ്ഥാന മന്ത്രിമാരെല്ലാം ഏത് കാര്യത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്? അവരിൽ പലരും അഴിമതിയുടെ കാര്യത്തിൽ മത്സരം നടത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്താകെ അഴിമതി വ്യാപിച്ചിരിക്കുന്നു. ജീവിതം ദുസ്സഹമാകുന്നു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. അത്തരമൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നേതൃത്വപരമായ പങ്ക് തന്നെ തൊഴിലാളി വർഗം വഹിക്കുകയാണ്. അതുകൊണ്ടാണ് 48 മണിക്കൂറിലെ പണിമുടക്ക് വരാൻ പോകുന്നത്. വിവിധ ജനവിഭാഗങ്ങൾ ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ ഘട്ടത്തിൽ ആ പ്രക്ഷോഭങ്ങളിലേക്ക് ചാടിയിറങ്ങാൻ, അതിന് നേതൃത്വം കൊടുക്കാനും പങ്കാളിത്തം വഹിക്കാനും എല്ലാവരും സന്നദ്ധമാവുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം.